ഇതാണ് നിർമ്മാണ തൊഴിലാളി മേഖലയുടെ കാഠിന്യം. അവർക്ക് പലപ്പോഴും ഈ ചൂടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ചൂടിൽ ജോലി ചെയ്യേണ്ടി വരും എന്നതാണ് അവരുടെ ബുദ്ധിമുട്ട്. സമാനമായ മറ്റൊരു മേഖല കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണത്. വലിയ ഗതാഗത നിയന്ത്രണം, തിരക്കുള്ള ഇടങ്ങളിലൊക്കെ ഗതാഗത നിയന്ത്രണം നടത്തുന്ന ട്രാഫിക് പോലീസുകാർ. അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഈ കടുത്ത ചൂടിനെയും മഴയും അവഗണിച്ചുകൊണ്ടാണ് ഈ ദൗത്യം ചെയ്യുന്നത്. അവരുടെ ജോലിയിലെ ഏറ്റവും ക്ലേശകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് അതിഭീകര ചൂടാണ് രേഖപ്പെടുന്നത്. ഒരു 5 മിനിറ്റ് പോലും നമുക്കൊന്നും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. പക്ഷേ ഈ ചൂടത്ത് അതൊന്നും വകവെക്കാതെ നമ്മുടെ യാത്ര സുഖമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്, അതുപോലെ അവരെങ്ങനെ ഈ വെയിലിനെ പ്രതിരോധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ട്രാഫിക് പോലീസുകാരാണ്, വേറെ ആരുമല്ല. മാഡം, നല്ല ചൂടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ ഒരേ നിൽപ്പാണ്, എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ട് തന്നെയാണ്. ചൂടത്ത് നല്ല ബുദ്ധിമുട്ടാണ്, നല്ല തിരക്കുമാണ്. ഇവിടെ എപ്പോഴും ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ ഡ്യൂട്ടിക്ക്. അപ്പം നമ്മൾ എപ്പോഴും വെയിലത്ത് തന്നെയാണ്, എപ്പോഴും തിരക്ക് വരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കേണ്ട അവസ്ഥയാണ്. ഒരു ദിവസം 4-5 കുപ്പി വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരൂല, അത്ര ഇതാണ്. പിന്നെ ഗ്ലൗസ് ഒന്നും ഇടാറില്ല, വെയിലത്ത് തന്നെ അങ്ങനെ നിന്ന് ജോലി ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് പഴയതുപോലെ നിൽക്കാൻ പറ്റില്ല, വെയിൽ നല്ല ചൂട് തന്നെയാണ്. രാവിലെ എത്ര മണിക്ക് വരും ഈ ഡ്യൂട്ടിക്ക്? നമുക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. രാവിലെ ഒരു സാറ് ഇവിടെ ഉണ്ട്, രാവിലെ 8 മണി തൊട്ട് 2 മണി വരെയാണ്. അതിനുശേഷം എൻ്റെ ഷിഫ്റ്റാണ്, സെക്കൻഡ് ഷിഫ്റ്റാണ് വരുന്നത്. 2 ഷിഫ്റ്റ് ആണെങ്കിലും ഈ 2 മണി എന്നൊക്കെ പറയുന്നത് നല്ല വെയിലിന്റെ ഒരു സമയമാണല്ലോ. വെയിൽ സമയമാണ്. 5 മണി ആയാലും വെയിൽ മാറത്തില്ല. അപ്പോൾ നമുക്ക് റോഡിലിറങ്ങി ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാര്യം മൊത്തം തിരക്കുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഈ ചൂടായപ്പം ഉദ്യോഗസ്ഥർ തന്നെ തരുന്ന മുന്നറിയിപ്പാണ് ധാരാളം വെള്ളം കുടിക്കണം, തുടർച്ചയായിട്ട് വെയിൽ ശരീരത്തിൽ കൊള്ളുന്ന ഒഴിവാക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും പലപ്പോഴും ഈ ജോലിയുടെ ഇടയിൽ പറ്റാറില്ല. അത് സത്യമായ കാര്യമാണ്, അത് പറ്റാറില്ല. കാര്യം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് വന്നാലോ, അല്ലെങ്കിൽ റോഡ് എപ്പോഴും നമുക്ക് ബ്ലോക്കായി കിടക്കാൻ പാടില്ല, എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് കിടക്കണം. ആംബുലൻസ് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അപ്പം നമുക്ക് എപ്പോഴും റോഡ് ഫ്രീ ആയിട്ട് ഇടണം. ഈ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. ഇവിടെ സൈഡിൽ എവിടെന്നെങ്കിലും വെള്ളം കുടിക്കാൻ? സൈഡിൽ അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് വെള്ളം തീർന്നു പോവുകയാണെങ്കിൽ 20 രൂപ കൊടുത്ത് തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഈ ചൂടത്ത് നിൽക്കുമ്പോഴത്തേക്ക് വെള്ളം നമ്മൾ കുടിച്ച് തന്നെ ഒരു ഇതാവുന്ന അവസ്ഥയാണ്. സ്കിൻ പ്രശ്നങ്ങളൊക്കെ വരാലോ ഈ കണ്ടിന്യൂസ് ഇത്രയും നേരം വെയിൽ കൊള്ളുമ്പോൾ. സ്കിന്നിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വരാറുണ്ട്. അല്ല, വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചില സമയം ഒരുപാട് സമയം നിന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരാറുണ്ട്. നമ്മൾ കെയർ നോക്കിയില്ലെങ്കിലും വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ പോകണം, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് പറയാനുള്ളത്. ഇവരൊക്കെ കുറെ വെയിൽ കൊണ്ടിട്ടും കുറെ കഷ്ടപ്പെട്ടിട്ടുമാണ് നമ്മുടെ ഈ റോഡ് കൂടെയുള്ള യാത്രയൊക്കെ വളരെ സ്മൂത്തായി പോകുന്നത്. പക്ഷെ ഇതുപോലെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മുടെ ജോലിയുടെ ഇതിൽ കാര്യം ഇത് 2 റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 വേ കൂടെ കയറി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് നമുക്ക് ഡ്യൂട്ടി മാത്രമല്ല, അവരെ ബോധവൽക്കരണം കൂടെ നമ്മൾ ചെയ്താണ് നമ്മൾ വിടുന്നത്. സ്വയം അതിനുള്ളതും കൂടി എടുക്കണം. വെള്ളം കുടിക്കലും സൂര്യരശ്മികൾ കണ്ടിന്യൂസ് കൊള്ളുമ്പോൾ അതിന് കൊട, തൊപ്പിയൊക്കെ ഉപയോഗിക്കണം. തൊപ്പി നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഞാൻ തൊപ്പി ഇടയ്ക്ക് മാത്രം വെക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും ചാടി ഇറങ്ങി വന്ന് നമ്മൾ ബ്ലോക്ക് മാറ്റുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് തൊപ്പി വെക്കാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അപ്പോൾ അതാണ് കുറേ നമ്മുടെയൊക്കെ യാത്ര ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, സുഖമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മുടെ സേഫ്റ്റി നോക്കുന്നത് പോലെ തന്നെ അവർക്ക് വല്ലപ്പോഴും ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതും അവരുടെ സേഫ്റ്റി നോക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. ഐഷത്തുൽ ഷംന, ന്യൂസ് 18. അതാണ് ട്രാഫിക് പോലീസുകാരുടെ ജീവിതം. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് ഷംന വിവരിച്ചത്. ഒപ്പം നമ്മൾ നേരത്തെ